അപ്പൊ സർക്കിൾസ് ഉള്ള ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ വിത്ത് സെന്റർ ഓ. അത് സെന്റർ ഓ ആയിട്ടുള്ള സർക്കിളിലുള്ള മുകളിലുള്ള പോയിന്റ്സ് ആണ് ആര്, എ ബി സി ഡി. അതിവിടെ തന്ന കാര്യം എന്താ, ആംഗിൾ എ ഒ സി 100 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതായത് എ ഒ സി, അതായത് ഈ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് തന്നിക്ക്. ആംഗിൾ എ ഒ സി 100 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ എ ഡി സി. എ ഡി സിന്റെ മെഷർ എന്താണ്, അതായത് എ ഡി സി, അതായത് ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുന്നത്. അതായത് ബേസിക്കലി ഇതാ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ എ ബി സി എന്ന് പറഞ്ഞ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഏത്, എ ഒ സി. അത് 100 ഡിഗ്രിയാണ് നമുക്ക് തന്നിക്ക്. അപ്പോ ഇവിടുത്തെ കൺസെപ്റ്റ് വെച്ചാൽ ഈ എ ബി സി എന്ന് പറഞ്ഞ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ നേരെ പകുതി ആയിരിക്കും ഇതേ ആർക്ക്, ഇതേ എ ബി സി എന്ന് പറഞ്ഞ ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആർക്ക് എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്. അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ആരാ, അപ്പോ എ ഡി സി ആണ്. അപ്പൊ ഈ എ ബി സി എന്ന് പറഞ്ഞ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ നേരെ പകുതി ആയിരിക്കും ഇതേ എ ബി സി എന്ന് പറഞ്ഞ ആർക്ക് അതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് ആയിട്ടുള്ള എ ഡി സിയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ ആംഗിൾ എ ഡി സി എന്ത് കിട്ടും, സെൻട്രൽ ആംഗിൾ ആയ 100ന്റെ പകുതി, അതായത് 50 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഴുതുമ്പോ ഇത് ഈക്വൽ ടു 50 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ആംഗിൾ എ ബി സി. എ ബി സിന്റെ എ ബി സി എത്രയാണ് ചോദിക്കുന്നത്. എ ബി സി എന്ന് പറയുമ്പോൾ എന്താ, ഈ ആംഗിൾ എ ബി സി, ഈ ആംഗിൾ എത്രയാണ് ചോദിക്കുന്നത്, ഈ ആംഗിൾ. ആ ആംഗിൾ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് എ ബി സി ഡി എന്ന് പറയുന്നത് പോയിന്റ്സ് ഓൺ ദി സർക്കിൾ, അതായത് സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആണ്. ഈ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു 4 സൈഡഡ് ഫിഗർ ആണ്. 1 2 3 4 4 സൈഡിലുള്ള ഒരു കോർഡിലേറ്ററിലാണ് ഈ എ ബി സി ഡി. എ ബി സി ഡി ആ കോർഡിലേറ്ററിന്റെ 4 വെർട്ടെക്സും സർക്കിളിന്റെ മുകളിലാണ്. അതായത് ഒരു സൈക്ലിക് കോർഡിലേറ്ററിലാണ്. സൈക്ലിക് കോർഡിലേറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടണം. അഥവാ സപ്ലിമെന്ററി ആണ് ആ ആംഗിൾസ്. സോ ഒരാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ ബി അല്ലേ വേണ്ടേ. അപ്പൊ ആംഗിൾ ബി എന്ന് അല്ലെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അതാണ് സൈക്ലിക് കോർഡിലേറ്ററിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് വേണ്ടത് ആംഗിൾ ബി ആണ്. ആംഗിൾ ഡി നമുക്ക് അറിയാം. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ആയിട്ടുള്ള 50 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണ് ആംഗിൾ ബി എന്ത് കിട്ടും, ആംഗിൾ ബി ഈക്വൽ ടു ഈ പ്ലസ് 50 ഡിഗ്രി അപ്പുറം പോകുമ്പോൾ മൈനസ് 50 ഡിഗ്രി ആവും. അപ്പൊ എന്ത് കിട്ടും, 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി, അതായത് ആംഗിൾ ബി ഈക്വൽ ടു 130 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. ആംഗിൾ ചോദിച്ചത് ആംഗിൾ ബി തന്നെയാണ്. ബേസിക്കലി എ ബി സി, ആംഗിൾ എ ബി സിയും ആംഗിൾ ബിയും സെയിം ആണ്. ആംഗിൾ ബിയും ആംഗിൾ എ ബി സിയും സെയിം ആണ്. സോ ആംഗിൾ ബി എന്ത് കിട്ടി, 130 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ആംഗിൾ എ ബി സി എന്ത് കിട്ടി, 130 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ.